പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛനെ യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലത് ജനിച്ച് മരിച്ചാലും പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല. നീ കണ്ടോ? അകത്തായിരുന്നു സെൻട്രൽ. അറിയോ നിനക്കവരെ? ഭാസ്കരൻ, മാനഹാനി മൂലം സ്വാതന്ത്ര്യത്തിന്റെ ആകരം മേനോൻ അവർകൾ. അല്ല ചെറിയ മാമ, ഒന്ന് ചോദിച്ചോട്ടെ, വേറെ നാട്ടിലെ കുറച്ചുകൂടെ മനുഷ്യപ്പറ്റുള്ള ആരെയും കിട്ടിയില്ല? പാവ എന്റെ അമ്മ. ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ നോക്കി ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ഒന്നും ആലോചിച്ചത്. കുറ്റവാളിയും പറയും പോലെ ഞാനും പറയുന്നത് നുണയാണ് എന്ന് ഏത് ന്യായാധിപന്റെയും പ്രജുഡിസായ മനസ്സിൽ തോന്നും പോലെ അച്ഛനും തെളിവുകളും സർക്കംസ്റ്റാൻസസും കൊണ്ടാണല്ലോ. സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയത് എന്തായിരുന്നു എന്ന തിരിച്ചറിവാണ് 6 വർഷവും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതെന്താണെന്ന് അച്ഛൻ മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് അച്ഛനോടുള്ള പക, അതിന്റെ ഇരയാവുകയായിരുന്നു ഞാനെന്ന സത്യം. അച്ഛന്റെ ജരാനരകൾ ഏറ്റുവാങ്ങി പകരം സ്വന്തം യൗവനം ദാനം നൽകിയ പുരാണ കഥാപാത്രത്തെ ിലെ അർത്ഥഭേദങ്ങളും മാത്രം ജീവിതാധാരമായി കണ്ട് ജീവിക്കുന്ന അച്ഛന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥം. അച്ഛന്റെ ജരാനരകൾ സ്വീകരിച്ച മകന്റെ കഥയല്ല നിന്റേത്. സ്വന്തം യൗവനെ എറിഞ്ഞുടച്ച് 6 വർഷം അച്ഛനെ അമ്മയെ കരയിച്ച മകനാണ് നീ. ഇനി നിന്നെ പഠിപ്പിക്കേണ്ട കോഴ്സ് എന്താണെന്ന് എനിക്കറിയാമടി കുഞ്ചുണ്ണൂലി. ഇന്നത്തെ ചെറിയ മാമ, ചെറിയ മാമ, ചെറിയ മാമ, ചെറിയ മാമ, ചെറിയ നെഞ്ചുകൂടി ഞാൻ പൊളിക്കും ഇവിടെ കളിയിറക്കാൻ. ജയകൃഷ്ണ, പവിത്ര
നല്ലവരായ എൻ്റെ പോലീസ് സുഹൃത്തുക്കളെ, ഈ ചെറ്റയെ ഞാൻ അടിക്കുന്ന ഓരോ അടിയും നിങ്ങൾക്കുള്ള മെഡലുകളാണ്. വാ കോസ്റ്റേ. നന്നായി. അമ്മ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ദിനേശ്. എന്തോ ഇവിടെ കിടന്ന് ഉറങ്ങാ. മനുഷ്യനെ കുറ്റവാളിയാക്കും. ദൈവമേ, കാണുമ്പോൾ അച്ഛൻ എന്നോട് പറയാനുള്ളത് അതാവരുത്. നിരപരാധിയാണ് അച്ഛനെങ്കിൽ ഒരു കോടതിക്കും നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല അദ്ദേഹത്തെ. എന്താ ദിവാര, ബുദ്ധിമുട്ടായത് എനിക്ക്? ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞാൽ താൻ വരില്ലല്ലോ. അതുകൊണ്ടാ ഇവരിങ്ങ് പൊക്കി എടുത്തോണ്ട് വന്നത്. ദേഹം നോവാൻ ഇടയാക്കാണ്ട് താൻ അതങ്ങ് പറഞ്ഞാൽ തനിക്ക് പോവാം. ആരാ അവളെ കൊന്നത്? വാ തുറന്ന് പറയടാ. ആരാടാ എന്റെ പെങ്ങളെ കൊന്നത്? പറയടാ. ജയകൃഷ്ണ, എന്നെ പറഞ്ഞോട്. അത്രക്ക് ആദ്യം, എന്നിട്ട് ആലോചിക്കാൻ മറ്റെന്തും. മിസ്റ്റർ ഐസക്, നിങ്ങൾക്ക് ഹാജരാകാൻ കഴിയില്ലെങ്കിൽ വേണ്ട മിസ്റ്റർ. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാൽ പറന്നു വരും അവൻ. ഹബീബിനറിയാം, വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു. നന്ദഗോപാൽമാരാ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇരുട്ടിൽ ഒരു പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കാണിച്ച് എന്റെ വിരലൊന്നനങ്ങിയ നിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ദിവസം വരെ ശ്രമമെങ്കിൽ ഞാൻ വരും. തൂണ് പിളർന്നും വരും. ത്രിസന്ധിയിൽ ഉമ്മറപ്പടിയിലിട്ട് മരണം ഇവന് കിട്ടാവുന്ന ചെറിയ ശിക്ഷയാകും എന്നതുകൊണ്ടല്ല. ചോരയിൽ മുങ്ങിയ യുദ്ധങ്ങൾ ഇനി വേണ്ട. നോക്കാൻ എടുത്തോണ്ട് പോടാ.